എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അവർക്ക് ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഒരിക്കലും. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളഞ്ഞേക്കുക. ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ഓർക്കുക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം എന്താണ്. ഓക്കെ, എന്നും ഭയങ്കര സീരിയസ് റീഡിങ്സ് ഒക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഹാർട്ടഡ് റീഡിങ് ആയിക്കോട്ടെ, ഓക്കെ, ഒരു ഹാപ്പി റീഡിങ് ആയിക്കോട്ടെ. നിങ്ങളൊരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലായിരിക്കണം. ഓക്കെ, ഇതർ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ അട്രാക്റ്റീവായിട്ട് കണ്ടത് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. തുടങ്ങാം. Divine, please guide. What is that one quality that attracted my viewer's person to them? What is that one quality that attracted my viewer's person to them? Please guide. Ace of Pentacles. സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. വേറൊരു കാർഡ് വെച്ച് മറക്കുകയാണേ. സ്റ്റാർ കാർഡ്. Eight of Wands, 2 of Cups, 5 of Pentacles and Page of Swords, Ace of Cups, Strength and 9 of Swords. ഇതിൽ 2 കാർഡ് ഞാൻ ആദ്യമേ ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ് കേട്ടോ. ക്ലാരിഫൈ 5 of Pentacles. ക്ലാരിഫൈ 5 of Pentacles. 2 of Wands. Clarify. Page of Swords. Knight of Pentacles. Good. നല്ല അഭിപ്രായമാണല്ലോ നിങ്ങളെ പറ്റിയിട്ട്. Clarify. 9 of Swords. Clarify. 9 of Swords. ഓക്കെ, ബാക്കി കാർഡ്സ് ഞാൻ പിന്നീട് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഐസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവരുടെ ലൈഫിൽ നിങ്ങൾ വന്നതിന് ശേഷം ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു ന്യൂലി മാരീഡ് കപ്പിളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ലവ് ആയിരിക്കാം കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. ഓക്കെ, അവർക്ക് എന്തോ ഒരു അബണ്ടൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കും അവർക്കൊരു പുതിയ എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരൊരു വെഞ്ചർ തുടങ്ങിയ സമയത്ത് അവർക്കൊരു സ്ട്രെങ്ത് ആയിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരിക്കണം. ആ ഒരു ക്വാളിറ്റി, ആ ഒരു സപ്പോർട്ട്. അതേപോലെ നിങ്ങൾ ജോലിയിൽ ഒരു പക്ഷേ വളരെ കേപ്പബിളായിട്ടുള്ള, ഒരുമിച്ച് വർക്ക് ചെയ്യുമോ അങ്ങനെയൊക്കെ ആയിരിക്കാം, ജോലിയിൽ വളരെ കേപ്പബിളായിട്ടുള്ള ഒരാളായിരിക്കണം. അതും ആ ഒരു ക്വാളിറ്റിയും അവരെ ആകർഷിച്ചിട്ടുണ്ട്. സ്റ്റാർ ക്വാളിറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സൈഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അവരുടെ അടുത്ത് വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്നുണ്ടാവും. അവരുടെ അടുത്ത് മാത്രമല്ല, പൊതുവേ തന്നെ എല്ലാവരോടും വളരെ സൗമ്യമായിട്ടും വളരെ ഹാപ്പി ആയിട്ടും പെരുമാറുന്ന ഒരാളായിരിക്കണം. ആ ഒരു ക്വാളിറ്റി അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ എന്താ ഒരു കാര്യം എന്നറിയോ, എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല അവരെ ആകർഷിച്ചത്, നിങ്ങളുടെ ക്യാരക്ടറാണ് അവരെ ആകർഷിച്ചിരിക്കുന്നത്. എത്ര നല്ല കാര്യമാണ് അല്ലേ.
അതേപോലെ 8 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്ന ഒരാളാണ്. അതായത് ഒരു കാര്യം തീരുമാനിച്ചു, അത് എടുത്ത് ചാടി തീരുമാനിക്കുന്നതല്ല കേട്ടോ. ഒരു കാര്യം ക്ഷമയോടെ തന്നെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തുടങ്ങിയ കാര്യം പകുതിക്ക് വെച്ച് വിടുകയില്ല, അതിൻ്റെ ഒരു അറ്റം എത്തിയിട്ട് നിങ്ങൾ നിൽക്കുള്ളൂ. അതായത് ആക്ഷൻ, റാപ്പിഡ് ആക്ഷൻ്റെ ഒക്കെ ഒരു കാർഡാണത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ സംസാരിക്കുന്ന രീതി വളരെ പ്ലസൻ്റ് ആയിരിക്കും. എല്ലാവർക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് തോന്നും. നിങ്ങളെ കണ്ട് ആരും ഓടി മാറുമൊന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. നിങ്ങളുടെ സംസാരം കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, 2 ഓഫ് കപ്സ്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതൊരു മാരേജ് പ്രപ്പോസൽ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം രണ്ടുപേരും തമ്മിൽ. അത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളവരെ എന്താ പറയുക, അൺഡിവൈഡഡ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാം. അത് ആ ഒരു ക്വാളിറ്റി അവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അതേപോലെ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അവരൊരു ക്രൈസിസ് സിറ്റുവേഷനിൽ നിന്നപ്പോൾ നിങ്ങൾ ഒരു സ്ട്രെങ്തായിട്ട് നിങ്ങൾ ആ പ്ലാൻ ചെയ്ത് ആ ഒരു പ്ലാനിങ് നടത്തി അതിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സഹായിച്ചു. ഓക്കെ, അവർ തകർന്നിരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽത്ത് ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മെൻ്റൽ ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും കാരണവശാൽ അവർ ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഒരു റിലേഷനിലായിരുന്നു, അവർ സെപ്പറേറ്റഡ് ആയി, ആ സമയത്ത് ഇവർ തകർന്നിരുന്ന് കാണും. ആ സമയത്ത് നിങ്ങളാണ് അവരുടെ ബാക്ക് ബോണായിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവരെ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ സഹായിച്ചത്. നിങ്ങൾ വീക്ഷണം ഉള്ള ഒരാളാണ്. അത്രയും നല്ലോണം ആലോചിച്ചിട്ടൊക്കെ മാത്രമേ കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാം ചെയ്യാറുള്ളൂ. നിങ്ങൾ അവർക്കൊരു തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി, ആ സപ്പോർട്ട് അവർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അതേപോലെ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന, ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എടുത്ത് ചാടി ഒന്നും ഒരു കാര്യം നിങ്ങൾ ചെയ്യാറില്ല. വളരെ നിങ്ങളുടെ ആ ഒരു റുട്ടീൻ ഉണ്ടല്ലോ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സ്വഭാവം, അത് അവർക്ക് വളരെയധികം ആകർഷണീയമായിട്ട് തോന്നാറുണ്ട്. ഏസ് ഓഫ് കപ്സ്, അതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാണ് അല്ലെ. ഇതും നിങ്ങൾ ഓൾറെഡി ഒരു ഫുൾഫിൽഡ് റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കണം. ഒരു പ്രപ്പോസൽ, ഒരു മാരേജ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു ന്യൂ ലവ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അവിടെയും നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ആ ഒരു ക്വാളിറ്റി, നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് ഇവരെ സ്നേഹിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. സ്ട്രെങ്ത്, ഏത് കാര്യവും എടുത്ത് ചാടാതെ, അതായത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പോലെ തന്നെയാണ് നിങ്ങളുടെ ധൈര്യം. ഒരു കാര്യത്തിൽ ഇടപെട്ട് അയ്യോ ഞാനതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് നിൽക്കില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ പറയും. അവിടെ അത് പറയാനുള്ള ഒരു ധൈര്യം, ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. അഥവാ ഇവരൊരു തെറ്റ് ചെയ്തു, ആ തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് തിരുത്താനുള്ളൊരു ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. ഓക്കെ, എടുത്ത് ചാടി ഒന്നും നിങ്ങൾ ചെയ്യില്ല. എല്ലാം ആലോചിച്ചിരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾ അവർക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. ആ ഒരു ക്വാളിറ്റി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഒരു നെഗറ്റീവ് തോട്ടോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് വന്നാൽ, ഓക്കെ, ഒരു ആങ്സൈറ്റി, ആ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ അവരെന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിരിക്കാം കേട്ടോ. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവന്നത് നിങ്ങളാണ്. ആ ഒരു സപ്പോർട്ട്, അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു നിങ്ങളിലൊരു അട്രാക്ഷൻ ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. ഓക്കെ, കൂടുതൽ കാർഡ്സ് നമ്മൾ ക്ലാരിഫൈ ചെയ്യാത്ത കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. പേജ് ഓഫ് വാൻഡ്സ്, കാര്യം ഐഡിയാസ് കൊടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ ഡീൽ ചെയ്തത് നിങ്ങളായിരിക്കണം കേട്ടോ. ആ ഒരു എഫിഷ്യൻസിയിലാണ് അവർ വീണുപോയത്. ഓക്കെ,
ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല നിങ്ങൾ നിൽക്കുന്നത്. ഫ്രീ ആയി പോയി സംസാരിച്ച് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. ആ ഒരു ക്വാളിറ്റി അവർക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ക്ലാരിഫൈ ദ സ്റ്റാർ. പ്ലീസ് ക്ലാരിഫൈ ദ സ്റ്റാർ. ഹെർമിറ്റ് വരില്ലേ ലൈഫിൽ? ആ നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും തകർന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്പുറത്തുള്ള ആ ലൈറ്റ്, ആ ഹോപ്പ് എന്താണ്, ആ ഹോപ്പിലേക്കാണ് നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങളത് കാരണം നിങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണെന്ന് ഇവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, എല്ലാവരിൽ നിന്നും സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഇവർക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ മനുഷ്യരുണ്ടാവുമെന്ന് നമുക്ക് തോന്നില്ലേ? ആ ഒരു തോന്നൽ, എങ്ങനെ ഇത്ര ധൈര്യമായിട്ട് ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നു, എന്തിങ്ങനെ തകർന്നു പോകാതെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടായ ഒരു അഡ്മിറേഷൻ. ആ അഡ്മിറേഷൻ ആണ് പിന്നീട് ഇവർക്ക് അട്രാക്ഷനായിട്ട് മാറിയത്. ഓക്കെ, ഞാൻ സോഡിയാക്സ് പറഞ്ഞില്ല തോന്നുന്നു അല്ലേ? സോഡിയാക്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാമേ. വോൺസിൻ്റെയും പെൻഡക്കിൾസിൻ്റെ എനർജി ഉണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഋഷഭം, കന്നി, മകരം, മേടം, ചിങ്ങം, ധനു. വോൺസിൻ്റെയും എനർജി ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നേരത്തെ ഞാൻ വേറെ ഏതാ പറഞ്ഞു? വോൺസ് പറഞ്ഞു അല്ലേ? കപ്സിൻ്റെ എനർജി ഉണ്ട്. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പിന്നെ വേറെ ഏതാണ്? സ്പോർട്സും ഉണ്ട്. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പിന്നെ സ്ട്രെങ്ത് കാർഡ് വെച്ചിട്ട് ചിങ്ങരാശി കേട്ടോ. അപ്പോൾ ലിയോ, ചിങ്ങരാശി പറയുമ്പോൾ ലിയോ. നമ്പേഴ്സ് വന്നിട്ട് 9, 8, 5, 2, 1, 17, 9, 1. ഓക്കെ, 1 റിപ്പീറ്റ് ആയിട്ടുണ്ട്. എന്തൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഓരോ റീഡിങ്ങിലും ഇങ്ങനെ രാശി എന്തിനാ നോക്കി പറയുന്നതെന്നല്ലേ? എന്താ അറിയോ, നമ്മൾ ഓരോ ദിവസവും ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളിൽ ആരാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ആ പേഴ്സണെ പറ്റി ചിന്തിക്കുന്നോ ആ ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആവുക. മനസ്സിലായോ? ഇന്ന് കണക്റ്റായ ആളായിരിക്കില്ല നാളെ കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് മേജറായിട്ട് ഏത് രാശിയാണ് കണക്റ്റ് ആയതെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സ്റ്റാർ കാർഡ് പറഞ്ഞില്ല അല്ലേ? സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം കേട്ടോ. അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർ ഇന്ന രാശി ആയിരിക്കും. ബാക്കി എല്ലാ രാശിയും ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? എല്ലാ രാശിക്കാരും തന്നെ ഉണ്ട്, കൂടിയും കുറഞ്ഞും ഇരിക്കും. മേജറായിട്ട് ഏത് രാശിയാണ് കാണുന്നതെന്നാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ എനർജി ആയിരിക്കും നമുക്ക് കണക്റ്റ് ആവുക. ഇപ്പോൾ ഒരു 1000 പേര് കാണുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു 800 പേർക്ക് റെസനേറ്റ് ആവുള്ളൂ. ഒരു 200 പേർക്ക് അത് ചിലപ്പോൾ റെസനേറ്റ് ആയിന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യവും ആലോചിച്ച് ടെൻഷൻ എടുത്ത് അയ്യോ ഇതെനിക്ക് ശരിയായില്ലല്ലോ, എനിക്കുള്ളതല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അടുത്ത ദിവസം നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കും കണക്റ്റ് ആവുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ഒരു റീഡിങ് മാത്രം എടുത്ത് അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ച് ഡിപ്രഷനിലേക്കൊന്നും പോകരുത് കേട്ടോ. ക്ലാരിഫൈ 8 of Wands. Clarify 8 of Wands. King of Swords. നിങ്ങളൊരു ഓവർ ഇമോഷണൽ പേഴ്സൺ അല്ല. എനിക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ് കേട്ടോ. എനിക്കത് കാണിക്കാൻ സാധിക്കില്ല കാരണം പിക്ചർ ഒരു പ്രശ്നമാണ്. ഇതാ കിങ് ഓഫ് സോർട്സ്, അതായത് നിങ്ങളുടെ ഡിസിപ്ലിൻ. ഓക്കെ, അവിടെ ഞാൻ ഈഗോ എന്ന് പറയില്ല കേട്ടോ. പ്രാക്ടിക്കാലിറ്റി ഉണ്ടല്ലോ, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്ത് ചെയ്യുന്ന ഒരാൾ, നിങ്ങളെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്, അതേപോലെ ഓണസ്റ്റാണ്. നിങ്ങൾക്ക് ആരെയും പറ്റിക്കാനും പറ്റില്ല, ആർക്കും നിങ്ങളെ പറ്റിക്കാനും പറ്റില്ല. നിങ്ങൾ സാധാരണ ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഇരുന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആക്ഷനിൽ വരുത്തുകയും ചെയ്യും. ആ ഒരു സ്വഭാവം അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ക്ലാരിഫൈ 2 of Cups. Clarify 2 of Cups.
ജസ്റ്റിസ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ 100% ജസ്റ്റിസാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അതിൽ 100% ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും കൂടെ ഇരിക്കുന്നു, നിങ്ങൾ മറ്റൊരാളെ നോക്കി അട്രാക്റ്റഡ് ആവാറൊന്നുമില്ല. നിങ്ങൾ 100% ലോയലാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത്. ആ ഒരു ക്വാളിറ്റി അവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളവരെ മുഴുവനായി സ്നേഹിക്കുന്നുണ്ടെന്ന്, തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് അവർക്കും അറിയാം കേട്ടോ. 2ഉം 11ൻ്റെ നമ്പറും 2 തന്നെയാണ് കേട്ടോ. 2ഉം 2ഉം ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ലവ്. ഓക്കെ, ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. പാഷൻ, നൈറ്റ് ഓഫ് വാൻസ്. സ്നേഹത്തോടൊപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് പാഷനേറ്റുമാണ് അവരുടെ അടുത്ത്. നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. പാഷൻ കൂടുതലായിട്ട് വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈവൻ ലവേഴ്സിൽ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലായിട്ട് ആ ഒരു പാഷനേറ്റായിട്ടൊരു ലവ് വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലായിരിക്കാനാണ് സാധ്യത. ഓക്കെ, എന്താ പറയുക, ഹി ഓർ ഷീ ഈസ് ഹാപ്പി വിത്ത് യു എന്നുള്ളതാണ്. ഓക്കെ, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്. ഇത് ലവേഴ്സിനും ബാധകമാണ് കേട്ടോ. അവർ ഒരു ഒറ്റപ്പെട്ട് ഫെയിലിയറൊക്കെ ഫേസ് ചെയ്ത് നിന്നൊരു സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചിരിക്കാം, ആരുടെങ്കിലും ഡെത്തോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ നിന്ന് അവർ ക്ഷമയോടെ കൈപിടിച്ച് പുറത്ത് കയറ്റിയത് നിങ്ങളാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് അവർക്ക് അട്രാക്ഷൻ ഉണ്ട്, അട്രാക്ഷൻ ലവായിട്ട് മാറി കേട്ടോ. ആ ഒരു നിങ്ങളായിട്ട് ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ക്ഷമ, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്ത്, അത് അവർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ബാക്കി എല്ലാ കാർഡും നമ്മൾ ക്ലാരിഫൈ ചെയ്തായിരുന്നു. ഓക്കെ, ഇതിൽ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ലവിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ഭാഗ്യമല്ലേ അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുന്നതല്ലേ. അപ്പോൾ ഇത് എക്സിസ്റ്റിംഗ് ലവേഴ്സിനുള്ളതാണ് കേട്ടോ. എക്സിസ്റ്റിംഗ് ലവേഴ്സ്, എക്സിസ്റ്റിംഗ് ഫാമിലി, അങ്ങനെയൊക്കെ ഉള്ള, അതായത് നിങ്ങൾ കപ്പിളായിരിക്കണം, പിരിഞ്ഞു പോയവർക്കുള്ളതൊന്നും അല്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഓക്കെ, അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യല്ലേ. കാരണം ഇത് സ്പെസിഫിക്കലി ഓരോ പാർട്ടിനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. വേറൊരു വീഡിയോയിൽ ഞാൻ നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇന്ന് ഇട്ടേക്കാം. ഇന്ന് ഇതൊരു നല്ല ഒരു റീഡിംഗ് ആയിരുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്കുള്ള കുറച്ച് മെസ്സേജസ് നമുക്ക് നോക്കിയാലോ? 110 മെസ്സേജസ് നോക്കട്ടെ. കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടായാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ റിലേഷന് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നല്ലോണം ഉണ്ട്. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങളെ പ്രതി അവർ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഫ്ലാറ്റാണ്. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ചിലരെങ്കിലും ഒരു പ്രൊപ്പോസൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്പേഴ്സ് 4, 22, 13, 31. ഈ നമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള, നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. ലിയോ, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ലിയോ രാശിയായിരിക്കും, ചിങ്ങ രാശിയായിരിക്കാം. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. അവരുടെ അടുത്ത് ക്ഷമ കെട്ട് അവരെ വിട്ടൊന്നും പോകരുതെന്നാണ് പറയുന്നത്. സ്കോർപ്പിയോ, നിങ്ങളുടെ ആളോ നിങ്ങളോ സ്കോർപ്പിയോ ആയിരിക്കാം. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഇത് ഒരു എക്സിനെയൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പഴയൊരു റിലേഷനിൽ നിന്ന് ഒരു മൂവ് ഓൺ ചെയ്തു, നിങ്ങളുമായിട്ട് അവർ ഹാപ്പിയാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്. ആർക്കോ എന്തൊക്കെയോ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്, പറഞ്ഞിട്ടില്ല, പറയാൻ സാധിച്ചിട്ടില്ല. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. ഇതാരാന്ന് അറിയില്ല. മേ ബി നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട്, അട്രാക്റ്റഡ് ഒക്കെ ആണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടി ഇവിടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാം. വായിക്കണോ? ഐ ലവ് യു.
ഐ ആം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. അവർ നിങ്ങളെ ഒരിക്കലും വിട്ടുപോവില്ല എന്ന്. കമ്മിറ്റ്മെൻറ്റ്, അവർ ലൈഫ് ലോങ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആണ് കേട്ടോ. ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. അവർ നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട. 2-3 കൂടി എടുക്കാം. മാനിഫെസ്റ്റിംഗ് യു, നിങ്ങളെ പറ്റി ചിന്തിക്കുകയാണ് ഏത് നേരവും. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. ഓ, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. നിങ്ങളെ ഇറക്കെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക്. ഡ്രീമിങ് ഓഫ് യു, അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നു, നിങ്ങളെപ്പറ്റി സ്വപ്നം കാണുന്നു. അപ്പോൾ നല്ല മെസ്സേജസ്, നല്ല റീഡിംഗ് ആയിരുന്നു, ഹാപ്പി റീഡിംഗ് ആയിരുന്നു അല്ലേ. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ പേഴ്സണും ഞാനുമായിട്ടുള്ള ലിങ്ക് നിങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണെ ഞാൻ എങ്ങനെ റീച്ച് ചെയ്യുക? നിങ്ങൾ ത്രൂ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ റീഡിങ്ങുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.